നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, മൻ അറാദ അൻ യുമീത ബിൽ മദീന ഫല്യമതു ഫിഹാ. ആരെങ്കിലും മദീനയിൽ വെച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതിനുവേണ്ടി പരിശ്രമിച്ചു കൊള്ളട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നബി തങ്ങൾ മദീനക്കാരോടുള്ള പ്രിയം വെച്ചുകൊണ്ട് പറഞ്ഞതാകുന്ന വാക്കാണത്. ലൗലൽ ഹിജ്റതു ലകുന്തു റജുലൻ മിനൽ അൻസാർ. ഹിജറയില്ലായിരുന്നുവെങ്കിൽ ഞാൻ തീർച്ചയായും മദീനയിലെ അഹ്ലുകാരോടൊപ്പമാകുമായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിജറയില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ഞാൻ മദീന നിവാസികളോടൊപ്പമാകുമായിരുന്നു. മദീനക്കാരായ ആളുകളിൽ ഉൾപ്പെടാനാണ് എനിക്ക് ആഗ്രഹവും. പരിശുദ്ധമായ മക്കയിൽ എന്നെ ജനിപ്പിക്കുകയും അവിടെ എന്നെ ജീവിപ്പിക്കുകയും അവിടെ ഗാർ ഹിറായിൽ വെച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ അവതീർണമാകുകയും അവിടെ നിന്ന് നാട്ടുകാർക്ക് പ്രബോധനം നടത്തിയപ്പോ ആട്ടി ഓടിക്കപ്പെടുകയും ചെയ്ത് പുണ്യമാക്കപ്പെട്ടതായ മദീനയിലേക്ക് ഞാൻ വരാനുണ്ടായ സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയതാണ്. ആ ഹിജറ എന്ന് പറയുന്ന ആ ഒരു വലിയ സംഗതി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മദീനക്കാരായി വസിച്ചേനെ, മദീനയിൽ തന്നെ ജീവിച്ചേനെ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ ജനിക്കുകയും അവിടെ തന്നെ ഞാൻ വസിക്കുകയും ചെയ്തേനെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക. നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടതാകുന്ന വിഷയമാണത്. ഇതിൽ വലിയ പാഠം നമ്മൾ ഉൾക്കൊള്ളാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മദീനയോടുള്ള സ്നേഹം എത്രയാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, മൻ അറാദ അൻ യുമീത ബിൽ മദീന ഫല്യമതു ഫിഹാ. ആരെങ്കിലും മദീനയിൽ വെച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതിനുവേണ്ടി പരിശ്രമിച്ചു കൊള്ളട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫഇന്നി അന ശാഫിഉൻ ലഹു യൗമൽ ഖിയാമ. നാളെ കത്തിജ്വലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തി കത്തിയാളെന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് മഹ്ശറ വൻസഭയിൽ വിചാരണ ചെയ്യുമ്പോ അവന് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മദീനയിൽ മരിച്ചാൽ അവനെ ശുപാർശ ചെയ്ത് സ്വർഗത്തിലെത്തിക്കും. ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ പോയ ധാരാളം ആളുകൾ മക്കയിലും മദീനയിലും വെച്ചൊക്കെ മരിക്കുമ്പോ പലരും പറയലുണ്ട്, ഓ പടച്ച റബ്ബേ, ആ ഹാജിയാർക്ക് കിട്ടിയ നഷ്ടം എന്താ? അയാള് നാട്ടിൽ വരേണ്ട ആളായിരുന്നു, ഇവിടെ വന്ന് മരിക്കേണ്ട ആളാ. ആളൊരു ചെറുപ്പക്കാരനാണ്, അല്ലെങ്കിൽ ആളൊരു ചെറുപ്പക്കാരിയാണ്. ആ പാവപ്പെട്ട സഹോദരിക്ക് സഹോദരൻ അല്ലാഹു മക്കയിൽ വെച്ച് മരിക്കാനാണല്ലോ വിധി കൊടുത്തത്, മദീനയിൽ വെച്ച് ആ സാധു മരിച്ചല്ലോ എന്ന് പറയുന്നവരെ അറിയണം, ആ നാട്ടിൽ വെച്ചൊക്കെ മരിച്ചാൽ വലിയ പുണ്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, മദീനയിൽ വെച്ച് മരിച്ചാൽ അവനെ ഞാൻ ശുപാർശ ചെയ്യുമേ. അതുകൊണ്ട് അതിനു വേണ്ടി കൊതിച്ചു കൊള്ളട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മൻ അറാദ അൻ യുമീത ബിൽ മദീന ഫല്യമതു ഫിഹാ ഫഇന്നി അന ശാഫിഉൻ ലഹു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അവന് ഞാൻ ശുപാർശ ചെയ്യും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹു ഞങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. എന്നായാലും മരിക്കുന്ന സമയത്ത് നമുക്ക് മദീനയിൽ വെച്ച് മരിക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല ഇഖ്ലാസോടെ ആമീൻ പറഞ്ഞോളി. 40 പേര് കൂടുന്നിടത്ത് ഇജാബത്താണ്. ഇത്തരത്തിലുള്ള പുണ്യമായ റബീഉൽ അവ്വൽ ഒരു മാസത്തിൽ മുതഅല്ലിമീങ്ങളുടെ സാന്നിധ്യത്തിൽ, ഉമറാക്കളുടെ സാന്നിധ്യത്തിൽ വെച്ച് കടുവാത്തങ്ങളുടെ പരിസരത്ത് വെച്ചുള്ള നമ്മുടെ പ്രാർത്ഥന അല്ലാഹു കബൂലാക്കും, ഉറപ്പാണ്. അതും ഇശാ മഗ്‌രിബിനിടയിലുള്ള വളരെ ശ്രേഷ്ഠമായ സമയം. അല്ലാഹു നമുക്ക് മദീനയിൽ വെച്ച് നല്ല മരണം സാധ്യമാക്കുമാറാവട്ടെ. മരിക്കണം എന്തായാലും. ഈ ലോകത്തേക്ക് പടക്കപ്പെട്ടിട്ടുള്ള ഏത് സൃഷ്ടിയും മരണം സുനിശ്ചിതമാണ്. മരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല മരണം കിട്ടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ മാത ഫീ അഹദിൽ ഹറമൈൻ ലം യുഹാസിബുഹു യൗമൽ ഖിയാമ
ദുനിയാവിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്നതായ മുസ്ലിമേ, മരണം നമുക്ക് സുനിശ്ചിതമാണ്. പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, മക്കയിൽ വെച്ചുകൊണ്ട് മദീനയിൽ വെച്ചോ ഏതെങ്കിലും ഒരു ഹറമിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടു, അവന് നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് എത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ലം യുഹാസിബുഹു യൗമൽ ഖിയാമ, നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കുന്ന 70,000 ആളുകൾ ഉണ്ടാകുമത്രേ. അതിലൊരു വിഭാഗമാണ് പരിശുദ്ധ മക്കയിലോ പുണ്യമാക്കപ്പെട്ട മദീനയിലോ മരിക്കുന്നവരെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏറ്റവും ശ്രേഷ്ഠത മദീനയാണ്. കാരണം എന്താ? അവിടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടങ്ങിയിട്ടുള്ളത്. യാ ഖൈറ മൻ ദുഫിനാത് ബിൽഖാഇ അഅ്ളമുഹു ഫതാബ മിൻ തിബിഹിൻ നൽഖാഉ വൽ അകമു നഫ്സി ഫിദാഉൻ لقابر أنت ساكنه فيه العفاف وفيه الجود والكرم. ആദരവായ പ്രവാചകരുടെ ചാരത്ത് പുണ്യമായ റൗദയിൽ ഇരുന്നുകൊണ്ട് ഇബാദത്തിന് ശേഷം അല്പം വിശ്രമിച്ചതായ മഹത്തുക്കളിൽ പ്രമുഖനായ ഉത്ബി റഹിമഹുല്ലാഹ് അവരെ രേഖപ്പെടുത്തിയത് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തഫ്സീറുകൾ രേഖപ്പെടുത്തുകയാണ്. മഹാനവറുകൾ ആ പരിസരത്തിരുന്നുകൊണ്ട് റൗദയുടെ പരിസരത്തിരുന്ന് പുന്നാര നബിയുടെ റൗദയിൽ ഇരുന്നുകൊണ്ട് സ്വപ്നത്തിൽ കാണുകയാണ്. മാഷാ അല്ലാഹ്, ഒരു അറാബിയായ മനുഷ്യൻ അല്ലാഹു പൊറുക്കപ്പെട്ടതായി കാണുകയാണ്. ഈ അറാബിയെ ഉറക്കിന് മുമ്പ് ബഹുമാനപ്പെട്ടവർ നേർക്ക് നേരെ കണ്ടതാണ്. റൗളയിലേക്ക് ഒരു അറാബിയായ മനുഷ്യൻ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഉറക്കെ പാടുകയാണ്. യാ ഖൈറ മൻ ദുഫിനാത് ബിൽഖാഇ അഅ്ളമുഹു ഫതാബ മിൻ തിബിഹിൻ നൽഖാഉ വൽ അകമു നഫ്സി ഫിദാഉൻ لقابر أنت ساكنه فيه العفاف وفيه الجود والكرم. ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ടതായ ഭൂമികയിൽ, ഈ ഭൂമിയിലെ ഏറ്റവും മഹത്തരമാകുന്ന സ്ഥലത്ത് അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള പുണ്യ റസൂലേ, പ്രവാചകരേ, അവിടത്തേക്ക് സമർപ്പിതമാണ്. എനിക്ക് അവിടുത്തോട് പറയാനുള്ളത്, ഞാൻ എന്റെ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്തു പോയവനാണ്, പാപങ്ങൾ ചെയ്തു പോയവനാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ലേ, വലൗ അന്നഹും ഇളമു അൻഫുസഹും ജാഊക فاستغفر الله واستغفر لهم الرسول لوجدوا الله توابا رحيما. പാപം ചെയ്തതായ ജനങ്ങൾ തങ്ങളുടെ ചാരത്ത് വന്നുകൊണ്ട് തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പടച്ച റബ്ബിലേക്ക് അവരുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി പറഞ്ഞാൽ, തങ്ങൾ അവരുടെ വിഷയത്തിൽ ഇടപെടുകയും ചെയ്താൽ അല്ലാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമേ എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തിയതല്ലയോ? ആയത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഞാനിതാ തങ്ങളുടെ മുന്നിൽ വരുന്നു റസൂലേ. വഖദ് ജിഅതുക മുസ്തഗ്ഫിറൻ മിദംബി വമുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നുകൊണ്ട് ഉറക്കെ പാടുകയാണ്. യാ ഖൈറ മൻ ദുഫിനാത് ബിൽഖാഇ അഅ്ളമുഹു ഫതാബ മിൻ തിബിഹിൻ നൽഖാഉ വൽ അകമു
ഈ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട സ്ഥലത്ത് അടക്കം ചെയ്തിരിക്കുന്നതായ പുണ്യ പ്രവാചകരെ, ഞാൻ എന്റെ സ്വന്തത്തോട് അക്രമം ചെയ്തവനാണ്. പരിശുദ്ധമായ ഖുർആനിൽ ആയത്തുണ്ടല്ലോ, സത്യവിശ്വാസികൾ അവർ തെറ്റുകൾ ചെയ്യുകയും അവർ തങ്ങളുടെ ചാരത്ത് വന്നുകൊണ്ട് പൊറുക്കലിനെ തേടുകയും ചെയ്താൽ, തങ്ങൾ അല്ലാഹുവിനോട് അവരുടെ വിഷയത്തിൽ പാപമോചനം തേടുകയും ചെയ്താൽ തീർച്ചയായും അവർ പാപമോചനം നൽകപ്പെട്ടവരായി എത്തിക്കുമെന്ന് ഖുർആനിക വചനമുള്ളതാണല്ലോ. അതുകൊണ്ട് തങ്ങൾക്ക് മുമ്പാകെ എന്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും ഏറ്റു പറഞ്ഞുകൊണ്ട് ഞാനിതാ കടന്നു വരുന്ന റസൂലേ, എന്റെ പാപങ്ങൾ പൊറുക്കണേ ഹബീബേ. മനോഹരമായി കവിത ചൊല്ലി. സഹോദരങ്ങളെ, ഈ മനുഷ്യനെല്ലാം കഴിഞ്ഞ് സിയാറത്ത് കഴിഞ്ഞു പോയി. മഹാനാകുന്ന അഅ്തബി റഹിമഹുല്ല പറയുന്നു, ഞാൻ ആ റൗളയിലിരുന്ന് ഉറക്കം തൂങ്ങി, ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ ഞാൻ കണ്ടു ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ എന്റെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, ആ ചെറുപ്പക്കാരനാകുന്ന സഹോദരൻ ഏത് വ്യക്തിയാണോ അവനോട് നീ പറയണം, അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വന്ന് വിഷമവും പ്രയാസവും പറഞ്ഞ്, സങ്കടം പറഞ്ഞ്, പാപം പൊറുപ്പിച്ചെടുക്കാൻ വേണ്ടി പടച്ചറബിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത ആ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന അറിയിപ്പ് കൊടുക്കണം. സഹോദരങ്ങളെ, ഇത് ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്നു കസീർ റഹിമഹുല്ല തഫ്സീറിൽ രേഖപ്പെടുത്തിയതായ സംഭവമാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? അദ്ദേഹം വന്നുകൊണ്ട് ആദ്യമായി പാടിയതാകുന്ന വരികൾ, യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഅ്ളുമുഹു, ഈ ഭൂമിയിൽ ഏറ്റവും വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന പുണ്യമായ നഗരിയിൽ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളതാകുന്ന പ്രവാചകരെ എന്നാണ് അഭിസംബോധന ചെയ്തത്. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ഭൂമി അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടക്കം ചെയ്തിട്ടുള്ളതാകുന്ന ആ സ്ഥലം, ആ ബുഖഅത്ത്, ആ സ്ഥലമാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ് എന്ന് പറയുന്നത്. ഇമാമിങ്ങൾ പറഞ്ഞല്ലോ, തുർബത്തു ഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ നിൽക്കുന്ന അവിടുത്തെ മണ്ണ് ഏറ്റവും ശ്രേഷ്ഠമാണ്. എന്തിനേക്കാൾ? മിനൽ കുർസി വൽ ലൗഹി വൽ ഖലമി. അല്ലാഹുവിന്റെ കുർസി, അവന്റെ കലം, ലൗഹ് എല്ലാത്തിനേക്കാളും പവിത്രതയുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടക്കം ചെയ്തിരിക്കുന്ന മണ്ണ് എന്ന് പറയുന്നത് അവിടുത്തെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ള മണ്ണ്. ഇത്തഫഖൽ അഇമ്മത്തുൽ അർബഅ, 4 മദ്ഹബിന്റെ പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ ഐക്യമാണ്. ഒരാൾ പോലും എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല. മനസ്സിലാക്കണം, 4 മദ്ഹബിന്റെ അഹ്ലുകാരാണല്ലോ ലോകത്തുള്ളത്. ആ 4 മദ്ഹബിന്റെ അഇമ്മത്തുകളും ഈ വിഷയത്തിൽ ഐക്യപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്ന ആ മണ്ണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട മണ്ണാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു സാദാസീത മനുഷ്യന്റെ ഹിജറയല്ല ഈ പറയുന്നത്. ആ പ്രവാചകർ വന്നടങ്ങിയിട്ടുള്ള മണ്ണ്, മദീനയിൽ അടക്കം ചെയ്തിട്ടുള്ള മണ്ണ് ലൗഹിനേക്കാളും കുർസിയിനേക്കാളും കലമിനേക്കാളും ഒക്കെ ഏറ്റവും വലിയ മഹത്വമുള്ളതാണെന്ന് ഇമാമിങ്ങൾ അഇമ്മത്ത് ഏകോപിച്ചിരിക്കുന്നു. ആ വിഷയത്തിൽ ഇജ്മാ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആ പ്രവാചകരുടെ 1501 ജന്മദിനമാണ് അതിവിപുലമായ നിലയിൽ അൽഹംദുലില്ലാഹ് നമ്മുടെ ജമാഅത്ത്, കടുവാപ്പള്ളി മുസ്ലിം ജമാഅത്ത് ഈ വർഷവും നടത്തുന്നത്. അല്ലാഹു അതിന്റെ പരിപാലകർക്ക് എല്ലാവിധ സന്തോഷവും നസീബാക്കുമാറാവട്ടെ. ഇതിനെ സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, പ്രവാസികൾ, നാട്ടിലുള്ളവർ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഏതെല്ലാം നിലയ്ക്ക് മാനസികമായി ഇതിനോട് വലിയ സന്തോഷം വെച്ച് പുലർത്തുന്നവരുണ്ടോ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം ഇരുലോകത്തും നസീബാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ പ്രബോധനം തുടങ്ങാൻ നാട്ടുകാർ സമ്മതിക്കുന്നില്ല. പരസ്യ പ്രബോധനത്തിന് നാട്ടുകാർ സമ്മതിക്കുന്നില്ല. നമുക്കറിയാമല്ലോ, അബൂലുഹബ് എന്ന് പറയുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ പിതൃവ്യം തന്നെ ശക്തമായ എതിർപ്പുമായി കടന്നു വന്ന രംഗത്തെ കുറിച്ച് ഖുർആൻ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. വഅൻദിർ അശീറതകൽ അഖറബീൻ, നിങ്ങളുടെ ഏറ്റവും അടുത്തതാകുന്ന കുടുംബങ്ങൾക്ക് മുന്നറിയിപ്പ്
മുന്നറിയിപ്പ് കൊടുക്കണേ, അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിയിച്ചു കൊടുക്കണേ, പരലോകത്തെ കുറിച്ച് കൃത്യമായി ബോധം കൊടുക്കണേ. കള്ളുകുടിച്ച് ലഹരി നുണഞ്ഞ് അശ്ലീലമാക്കപ്പെട്ട ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്ന ഈ അറേബ്യൻ മരുഭൂമിയിൽ ജീവിക്കുന്നതാകുന്ന ഈ ജനവിഭാഗങ്ങൾക്കിടയിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക് നാളെയുടെ ലോകത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കണേ എന്നുള്ള പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് അവതരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ സഫാ മർവയുടെ പരിസരത്തുള്ള ജബൽ അബൂ ഖുബൈസ് മലയിലേക്ക് കയറി നിന്ന് തന്റെ പ്രിയപ്പെട്ട അനുയായികളിലേക്ക്, തന്റെ പ്രിയപ്പെട്ടതാകുന്ന കുടുംബക്കാരിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് വിളിക്കുന്നു, യാ ബനൂ ഫിഹർ വയാ ബനൂ അദിയ, അല്ലയോ ഫിഹർ ഗോത്രമേ, അദിയ ഗോത്രമേ, ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കുന്നത് ഒരു മുന്നറിയിപ്പുകാരനായിട്ടാണ്. എന്നെ പിന്നിൽ നിൽക്കുന്നതായ ഈ വലിയതാകുന്ന മല, ഈ അബൂ ഖുബൈസ്, ജബൽ അബൂ ഖുബൈസ് മലയുടെ പിന്നിലൂടെ ഒരു വലിയ സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുവെന്ന് ഈ വിനീതൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ അവിശ്വസിക്കുമോ? ബഹുമാനപ്പെട്ടതാകുന്ന മുത്തുനബിയെ ആളുകൾ വിളിച്ചത് അൽ അമീൻ എന്നാണ്, സത്യസന്ധൻ എന്നാണ്. ആളുകൾ ഒന്നടങ്കം പറയുകയാണ്, കുടുംബക്കാർ നാട്ടുകാർ ഒന്നടങ്കം പറയുകയാണ്, നീ അൽ അമീനാണ്, സത്യസന്ധനാണ്, നിന്നെ കൊണ്ട് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കും മുഹമ്മദേ. ഈ വലിയതാകുന്ന മലയുടെ പിന്നിൽ നിന്ന് ഒരു വലിയ സൈന്യം നമ്മൾ ആക്രമിക്കാൻ കടന്നു എന്ന് നീ പറഞ്ഞാൽ ഞങ്ങൾ ഉറപ്പായും വിശ്വസിക്കുമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് അവരോട് കൃത്യമായി അടയാളപ്പെടുത്തുകയാണ്, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, അവരുടെ ബുദ്ധിക്ക് കൃത്യമായി തളം കെട്ടി കൊടുക്കുകയാണ്. അല്ലയോ പ്രിയപ്പെട്ടതാകുന്ന ഫിഹർ ഗോത്രമേ, അദിയ ഗോത്രമേ, എന്റെ കുടുംബക്കാരെ, എന്നാൽ ഇന്നീലക്കും നദീറും മുബീൻ, വ്യക്തമായി നാളെയുടെ ലോകത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പുകാരനായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. നാളെയുടെ ലോകത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പുകാരനായിട്ടാണ് വന്നിട്ടുള്ളത്. നാളെ നരകം നിങ്ങൾക്ക് സുനിശ്ചിതമാകും. ഇഹലോക ജീവിതത്തിൽ ഈ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ, ബിംബങ്ങൾ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ, കള്ളു കുടിച്ചുകൊണ്ട് ലഹരി നുണഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ, ഈ അശ്ലീലമായ ജീവിതം നയിച്ചാൽ നിങ്ങൾക്ക് നരകം സുനിശ്ചിതമാണ്, സുനിശ്ചിതമാണ്. ഈ മുന്നറിയിപ്പ് നാട്ടുകാർക്ക്, കുടുംബക്കാർക്ക് കൊടുത്തപ്പോ ഫഖാമ അബൂലഹബ്, തന്റെ പ്രിയപ്പെട്ട കുടുംബത്തിൽ മുതിർന്ന വ്യക്തിത്വമായ അബൂലഹബ് എഴുന്നേൽക്കുകയാണ്. ഫഖാല, അബൂലഹബ് പറയുകയാണ്, തബ്ബല്ലക യാ മുഹമ്മദു, തബ്ബല്ലക യാ മുഹമ്മദു, മുഹമ്മദേ നിനക്ക് നാശമാണ്, നാശമാണ്, നിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ. അലിഹാദാ ജമഅതന, ഇത് പറയാനാണോ ഞങ്ങളുടെ ഈ വിലപ്പെട്ട സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത് എന്ന് അബൂലഹബാകുന്ന പിതൃവൻ എഴുന്നേറ്റുന്നുകൊണ്ട് അതിശക്തമായി പ്രവാചകരോട് പ്രതികരിച്ചപ്പോ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറന്നിറങ്ങി വന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ ഇറക്കുകയാണ്. തബ്ബത് യദാ അബീ ലഹബി വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من മസദ്. പരിശുദ്ധ പ്രവാചകരാകുന്ന പുണ്യനബിയെ നോവിച്ചുകൊണ്ട് ഒരു വർത്തമാനം പറഞ്ഞപ്പോ ഇടപെടുന്നത് അല്ലാഹുവാണ്, അല്ലാഹുവാ. റസൂലുള്ളാഹിയെ ആദരിക്കാതെ നിന്യവൽക്കരിച്ചുകൊണ്ട്, നിസാരവൽക്കരിച്ചുകൊണ്ട് സമൂഹത്തിന് മുന്നിൽ ജാള്യത വരുത്താൻ, നാണം കെടുത്താനും പരിശ്രമിച്ചതായ പിതൃവിനെതിരെ ലോകാവസാനം വരെ നിലനിൽക്കുന്ന പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ആയത്ത് ഇറക്കിക്കൊണ്ട് അവനെ ശപിക്കുകയാണ്, ശപിക്കുകയാണ്.
നിലനിൽക്കുകയാണ്. ഇന്നും ഈ സൂറത്ത് നിലനിൽക്കുകയാണ്. ഇന്ന് മഗ്രിബ് നമസ്കാരങ്ങളിലും ഇശാ നമസ്കാരങ്ങളിലും ചെറിയ ചെറിയ സുന്നത്തുകൾ നമസ്കരിക്കുന്ന വേളകളിലും ലോകത്തുള്ള എല്ലാ വിശ്വാസിനികളും ഈ സൂറത്ത് ഓതിക്കൊണ്ട് അബൂലഹബിനെ ശപിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എത്ര വലിയ നാശമാണ്, നാശമാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ. വതബ്ബ, നശിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ. അവന്റെ സമ്പത്തും അവന്റെ സന്താനങ്ങളും അവന്റെ ഭാര്യ അടക്കം ഒന്നും അവന് പ്രയോജനം ചെയ്യില്ല. അവനും അവന്റെ ഭാര്യയുമൊക്കെ കത്തിച്ചിരിക്കുന്ന നരകത്തിന്റെ വിറകുള്ളികളായി മാറുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. പ്രിയമുള്ളവരെ, പഠിച്ചു വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എതിരെ ശബ്ദമുയർത്തിയപ്പോ കുടുംബമാണെന്ന് നോക്കുന്നില്ല, ബന്ധുവാണെന്ന് നോക്കുന്നില്ല, രക്തബന്ധുവാണെന്ന് നോക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാലാകാലം ശപിക്കപ്പെട്ടവനായിട്ട് അവരെ മാറ്റുകയാണ്. ലോകമെമ്പാടുമുള്ള വിശ്വാസിനികൾ, ഈ സദസ്സിലുള്ള ഹാഫിളീങ്ങളാകുന്ന മക്കൾ, ഖുർആൻ പഠിക്കുന്ന പഠിതാക്കൾ, ഏത് വ്യക്തിക്ക് പോലും ഖുർആൻ മുഴുവൻ മനപ്പാടമല്ലെങ്കിൽ പോലും ഈ സൂറത്ത് മനപ്പാടമുള്ള ആളുകൾ ധാരാളമാണ്. കാരണം അവന്റെ ചെറിയ നമസ്കാരങ്ങളിൽ പോലും മുത്തുനബിക്ക് എതിരെ തിരിഞ്ഞവനെ ശപിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും ഓതിക്കൊണ്ടിരിക്കണം. അതാണ് സൂറത്തുൽ ലഹബിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. മനസ്സിലാക്കണം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, കൂടുതലായി ഞാൻ പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന പുണ്യ പ്രവാചകൻ മക്കയിലെ തുടക്ക കാലഘട്ടം അതാണ്. പ്രബോധന വേദിയിൽ അദ്ദേഹം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു, ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായി. അവസാനം പുണ്യമായ മക്ക വിട്ട് മദീനയിലേക്ക് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരോട് ആജ്ഞാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ടതാകുന്ന അനുയായിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അബൂബക്കറെ, നീ ഒറ്റയ്ക്ക് പരിശുദ്ധമായ മദീനയിലേക്ക് പോകേണ്ടതില്ല. ചിലപ്പോൾ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സാഹിബിനെ, ഒരു കൂട്ടുകാരനെ നൽകിയേക്കാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരത്തെ തന്നെ മക്ക വിടാൻ, കളം വിടാൻ ലക്ഷ്യം വെച്ച വ്യക്തിയാണ്. നബി തങ്ങളുടെ അനുവാദം ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നീ അല്പമൊന്ന് അമാന്തിക്കണം, ഉടനെ തന്നെ ധൃതി പിടിച്ചു പോകേണ്ടതില്ല. കാരണം നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൂട്ടുകാരനെ നൽകാൻ ചാൻസ് ഉണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാൻ, എന്റെ മനസ്സ് അന്ന് മുതൽ കൊതിക്കുന്നുണ്ട്, വല്ലാതെ ഇഷ്ടം വെക്കുന്നുണ്ട്, നബി തങ്ങൾ ആകണമെന്നുള്ള ആഗ്രഹമാണ്. അൽഹംദുലില്ലാഹ്, ആ ദിവസം വന്നടഞ്ഞു. പുണ്യ റബീഉൽ അവ്വലിലേക്ക് എത്തുന്നതിന് മുമ്പ് സഫർ മാസം 27-ന് ഒരു വ്യാഴാഴ്ച ദിവസമാണ് നബി തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഹിജ്റയ്ക്ക് വേണ്ടി. ശരിക്കും ശ്രദ്ധിക്കണേ, എല്ലാവരും നല്ലതുപോലെ ശ്രദ്ധിച്ചോ. ഹിജ്റയുടെ പ്രയാണം തുടങ്ങുന്ന സമയം സഫർ മാസം 27 ഒരു വ്യാഴാഴ്ച ദിവസം രാത്രിയാണ് നബിതങ്ങൾ വീട്ടിൽ നിറങ്ങുന്നത്. നബിതങ്ങളുടെ വീട് മൊത്തവും ശത്രുക്കൾ വന്ന് വളഞ്ഞു. ഊരിപ്പിടിച്ച വാളുമായി കാത്തു നിൽക്കുന്നു. പുറത്തിറങ്ങിയാൽ മുഹമ്മദിനെ വെട്ടിക്കൊല്ലണം, എല്ലാവരുടെയും നിയ്യത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരിപ്പിൽ എഴുന്നേറ്റു. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം യാത്രയ്ക്ക് ഒരുങ്ങുന്നു. അലി റളിയല്ലാഹു അൻഹു ആകുന്ന മരുമകനെ ആ കിടക്കയിൽ കിടത്തി പുതപ്പിട്ട് മൂടി ബിസ്മില്ലി ഇറങ്ങുകയാണ്. സൂറത്ത് യാസീനിലെ ഒരു ആയത്ത്, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ فأغشيناهم فهم لا يبصرون. ഒരു പിടി മണ്ണെടുത്തുകൊണ്ട് പ്രവാചകർ അതിലേക്ക് ഊതിയിട്ട് ഈ ആയത്ത് ഓതിയിട്ട് അതാ ജനങ്ങളിലേക്ക് എറിയുകയാണ്. ചുറ്റും വീടിന് ചുറ്റും പ്രവാചകരെ ഉന്മൂലനം ചെയ്യാൻ, കൊന്നുകളയാൻ വേണ്ടി കാത്തു നിൽക്കുന്നതായ ശത്രുക്കളുടെയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ഈ മണ്ണിനെ എറിയുകയാണ്. അല്ലാഹ് പറയുകയാണ്, വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. നബിയേ, അന്ന് തങ്ങൾ വീട് വിട്ട് പോരുന്ന സമയത്ത് എറിഞ്ഞതായ മൺതരികളില്ലേ, ആ എറിഞ്ഞത് തങ്ങളായിരിക്കാം. പക്ഷെ അല്ലാഹുവിന്റെ നിഗമനമാണ് ഉണ്ടായിട്ടുള്ളത്, പടച്ചറപ്പിന്റെ തീരുമാനമാണ് വന്നിട്ടുള്ളത്. അല്ലാഹു
അല്ലാഹു സുബ്ഹാനഹു വ തആല ചുറ്റും വീടിന് ചുറ്റും നിന്നിട്ടുള്ളതായ ശത്രുക്കളുടെ കണ്ണീരേക്ക് ആ മണൽത്തരികളെ എത്തിക്കുകയും അവരെല്ലാവരും കണ്ണ് തിരുമ്മുന്ന നേരം കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് വീട് വിട്ട് പുറത്തിറങ്ങുകയാണ്. സുസ്മേരവദനായി കാവലായി അല്ലാഹു നൽകുകയാണ്. ആളുകളുടെ മുന്നിലൂടെ തന്നെ പോവാ, അവർക്ക് കാണാൻ പറ്റുന്നില്ല. കണ്ണിലേക്ക് ഈ മണൽത്തരികൾ വന്ന് വീണു. എല്ലാവരും കണ്ണൊന്ന് തിരുമ്മി റെഡിയാക്കുന്ന നേരം കൊണ്ട് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ശത്രുക്കൾക്കിടയിലൂടെ പ്രവാചകർ നടന്നു തന്നെ പുറത്തേക്ക് പോയി. അവരെല്ലാം കഴിഞ്ഞ് വീണ്ടും അവിടെ തന്നെ നിൽക്കാൻ മുഹമ്മദ് ഇറങ്ങട്ടെ, വെട്ടിക്കൊല്ലണം. നോക്കുമ്പോ കാണുന്നത് അവിടെ ആരെയാ പുതപ്പെട്ട് കിടക്കുന്നുണ്ട്. കിടക്കുന്നത് ആരാ? സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. നേരം പുലർന്നു രാവിലെ അലി റളിയല്ലാഹു അൻഹു ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ അടിക്കുകയും മർദ്ദിക്കുകയും അദ്ദേഹത്തെ കൊണ്ടുവന്ന് കെട്ടിയിടുകയും ചെയ്തു എന്ന ചരിത്രം പിന്നീട് അഴിച്ചുവിടുകയുണ്ടായി. ദേഷ്യം കൊണ്ട് എവിടെ പോയി മുഹമ്മദ് ചോദിച്ചിട്ട് ഒരു വിവരവുമില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യാഴാഴ്ച ദിവസം രാത്രി സഫർ 27 ഇറങ്ങി നേരെ പോകുന്നത് പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ ഹറമിന്റെ പുറത്തുഭാഗത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ക്ലോക്ക് ടവർ. ആ വിശാലമായ വലിയതാകുന്ന ആ ക്ലോക്ക് ടവറിന്റെ പരിസരത്ത് തൊട്ടടുത്തുള്ള അബ്റാജ് എന്ന് പറയുന്ന ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗിന്റെ 4ാമത്തെ നിലയിൽ ഇന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീടിന്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു പള്ളി തന്നെയുണ്ട്, മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹജ്ജ് ഉംറയ്ക്കൊക്കെ പോയിട്ടുള്ളവർക്കറിയാം ഞാൻ ഈ പറഞ്ഞ പ്രദേശം. കാബയുടെ നേരെ മുൻഭാഗത്ത് കിൻഫഹദ് ഗേറ്റിൻ്റെതാകുന്ന ഫ്രണ്ടിലുള്ളതാകുന്ന ഭാഗമാണ് ഞാൻ ഈ പറയുന്നത്. ഉംറയ്ക്കും ഹജ്ജിനും പോയിട്ടുള്ളവരൊക്കെ ഒന്ന് കൈയുയർത്തിക്ക്. എത്ര പേര് പോയിട്ടുണ്ട്? മാഷാ അല്ലാഹ്. അല്ലാഹു നമുക്കൊക്കെ വീണ്ടും പോകാൻ തൗഫീഖ് നൽകട്ടെ. മുത്തല്ലിമീങ്ങൾ പെട്ടവരൊക്കെ കൈയുയർത്തി. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ മക്കൾക്കെല്ലാം പോകാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. അല്ലാഹു പോകാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. കാബയുടെ ഫ്രണ്ട് ഭാഗം വെളിയിൽ ഹറമിന് പുറത്തുള്ളതാകുന്ന പ്രവിശ്യ. ഹറമിന് പുറത്തെന്ന് പറഞ്ഞാൽ പള്ളിയുടെ പുറത്തുള്ള പ്രവിശ്യ ഹറമിന്റെ ഭാഗത്ത് പെട്ടത് തന്നെയാണ്. ക്ലോക്ക് ടവറിനോട് ചേർന്നുള്ളതാകുന്ന ബിൽഡിംഗ്. ആ ബിൽഡിംഗ് നിന്ന ഭാഗത്തായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്. അദ്ദേഹത്തിന്റെ ആ വീടിന്റെ ഓർമ്മയ്ക്ക് ഇന്ന് ആ ബിൽഡിംഗിന്റെ 4ാമത്തെ നില നിങ്ങൾ പോയി നോക്കിയാൽ കാണാം, മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പള്ളി തന്നെ അവിടെയുണ്ട്. ഇന്നുണ്ട് 4ാമത്തെ നിലയിൽ. അള്ളാഹു നമസ്കരിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അവിടെ ആ വീട് നിൽക്കുന്ന സ്ഥലത്തേക്ക് നേരെ പോവാൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, അബൂബക്കറെ പോകാൻ സമയമായി, നിന്നെയാണ് അള്ളാഹു കൂട്ടുകാരനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് പറയേണ്ട താമസം വല്ലാത്ത സന്തോഷം. ആലോചിച്ചു നോക്ക്, ഇതേത് യാത്രയാണ്? മക്കയിൽ നിന്ന് എല്ലാം വെടിഞ്ഞുകൊണ്ട് മദീനയിലേക്ക് പോവാൻ, കുടുംബം വെടിഞ്ഞ്, സമൂഹത്തെ വെടിഞ്ഞ്, ആളുകളെ വെടിഞ്ഞ്, എല്ലാം വെടിഞ്ഞ് ഒഴിവായി പോവാൻ. വലിയ സന്തോഷം. കാരണം തനിക്ക് സാഹിബായി കൂട്ടുകാരനായി കിട്ടിയിരിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. വല്ലാത്ത സന്തോഷം. കണ്ണീരോടുകൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പ്രവാചകരോടൊപ്പം വളരെ സന്തോഷത്തോട് യാത്ര തിരിച്ചു. കണ്ണീര് സന്തോഷ കണ്ണീരാൻ, ആനന്ദ കണ്ണീരാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മുടെ യാത്ര ആദ്യമുള്ളത് നേരെ ഗാർ സൗറിലേക്കാണ്, നേരെ മദീനയിലേക്ക് പോകുന്നില്ല. മദീന എന്ന് പറയുന്നത് 450 കിലോമീറ്റർ അപ്പുറത്തുള്ളതാകുന്ന ഭാഗമാണ്. നമ്മൾ ഇപ്പോൾ പോകുന്നത് പരിശുദ്ധമായ കാബയിൽ നിന്ന് വടക്ക് ഭാഗത്തേക്ക് സ്ഥിതി ചെയ്യുന്ന 4 കിലോമീറ്റർ മാറിയിട്ടുള്ളതാകുന്ന ഗാർ സൗർ എന്ന് പറയുന്ന വലിയ പർവ്വത നിരയിലേക്കാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 700 മീറ്ററേക്കാൾ ഉയരത്തിലുള്ളതാകുന്ന ആ മലയുടെ മുകളിലേക്കാണ് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. നമ്മളിപ്പോൾ നേരെ മദീനയ്ക്ക് പോകുന്നില്ല. എന്തിനാണത്? തന്നെ അന്വേഷിച്ചു വരുന്നതാകുന്ന ശത്രുക്കളുടെ കണ്ണിൽ പൊടിയിടുകയാണ് ലക്ഷ്യം. അവര് മദീനത്തേക്ക് പോകാനുള്ള ആളുകളുണ്ട്, അതുകൊണ്ട് മദീനത്തേക്ക് തന്നെ പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി വേഗം തന്നെ അവരുടെ അന്വേഷണങ്ങൾ അങ്ങോട്ട് വ്യാപിപ്പിച്ചാൽ തീർച്ചയായും പിടിക്കപ്പെടും. അതുകൊണ്ട് തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ അല്പം താമസിക്കണം. എവിടെ? സമുദ്രനിരപ്പിൽ നിന്ന് 700 മീറ്ററേക്കാൾ ഉയരമുള്ളതാകുന്ന ഗാർ സൗറിന്റെ മലയുടെ മുകളിലേക്ക് നിങ്ങൾ പോകണം. നബിയും ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മലയുടെ മുകളിൽ കയറി. ഉംറയ്ക്കൊക്കെ പോയിട്ടുള്ളവരൊക്കെ പലരും ഈ മലയുടെ മുകളിൽ ചിലപ്പോൾ പോകാൻ പരിശ്രമിക്കുന്നവരുണ്ട്, പോയിട്ടുള്ളവരുണ്ടാകും. നല്ല ആരോഗ്യമുള്ള വ്യക്തിക്ക് 2 മണിക്കൂർ എടുക്കും അതിന്റെ മുകളിലേക്ക് നടന്ന് കയറാൻ സമയം. തിരിച്ച് ഇറങ്ങാനും അതേപോലെ തന്നെ സമയമെടുക്കും. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരന്റെ കാര്യമാണ് ഈ പറയുന്നത്.
ഇതേപോലെ തന്നെ മറ്റൊരു മലയുണ്ട്, ഗാർ ഹിറാ, ഖുർആൻ ഇറങ്ങിയതാകുന്ന മല, പ്രവാചകർക്ക് നുബുവത്ത് കിട്ടിയതാകുന്ന പുണ്യമാക്കപ്പെട്ട സ്ഥലം. നബി തങ്ങൾ 6 മാസക്കാലം അടുപ്പിച്ച് നിരന്തരമായി ഇബാദത്തിലായി കഴിച്ചുകൂട്ടിയ, ജീവിതത്തിന്റെ പല സമയങ്ങളിലും വന്നിരുന്ന് വിക്റിലായി കഴിഞ്ഞുകൂടിയിട്ടുള്ള ശ്രേഷ്ഠമായ സ്ഥലമാണ് ഗാർ ഹിറാ, ജബലുൻ നൂർ എന്നറിയപ്പെടുന്നതായ പുണ്യമാക്കപ്പെട്ട സ്ഥലം, ഖുർആൻ അവതരിച്ച് ഇറങ്ങിയ സ്ഥലം. സഹോദരങ്ങളെ, ഈ 2 മലകളിലും കയറൽ സുന്നത്തുള്ള മലകളാണ്, നബി തങ്ങൾ താമസിച്ചിട്ടുള്ള മലകളാണ്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഹിജ്റയുടെ യാത്രയുമായി ബന്ധപ്പെട്ടതുകൊണ്ടായത് ആ മല മാത്രം തൽക്കാലം പറയാണ്. ഗാർ സൗർ ബിൻ അബ്ദു മനാത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരിലേക്ക് ചേർത്തിട്ടാണ് ആ പർവ്വതത്തിന് ആ പേര് വീണത്, സൗർ ബിൻ അബ്ദു മനാത്ത്. സഹോദരങ്ങളെ, ആ മലയുടെ മുകളിൽ കയറി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബിയും കയറാണ്. രാത്രിയിലാണ് സഞ്ചാരം, കയറി മുകളിലെത്തി. ഒരു ചെറിയതാകുന്ന ഗുഹ, അതിനുള്ളിലേക്ക് അഭയം പ്രാപിക്കാൻ വേണ്ടി നബി തങ്ങൾ പറഞ്ഞു, ഇതിനുള്ളിൽ നമുക്ക് കയറിയിരിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ കയറാൻ തുനിഞ്ഞപ്പോൾ നബിയെ തടഞ്ഞിട്ട് പറഞ്ഞു, നബിയെ ഞാൻ ആദ്യം കയറാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറി. ഗുഹയ്ക്കുള്ളിൽ ധാരാളം ദ്വാരങ്ങളാണ്. തന്റെ മേൽത്തട്ടം അണിഞ്ഞിരുന്നതാകുന്ന കുപ്പായം അത് കീറി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് അതിന്റെ തുണിത്തരങ്ങൾ കൊണ്ട് ഓരോ ദ്വാരങ്ങളുടെ പഴുതുകൾ മുഴുവനും അടച്ചു വെച്ചു, ഭദ്രമാക്കി. എന്തെങ്കിലും ഇഴജന്തുക്കൾ ഇറങ്ങി വന്ന് പ്രയാസപ്പെടുത്താതിരിക്കാൻ, പ്രവാചകരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ എല്ലാ ദ്വാരങ്ങളും അടച്ചു. നോക്കുമ്പോൾ ഒരു ദ്വാരം മാത്രം മിച്ചം. അതിന് ഡ്രസ്സ് ഉടുത്തിരിക്കുന്നതേ ഉള്ളൂ. അത് അഴിച്ച് കീറൽ പ്രയാസമായതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ അകത്തേക്ക് കയറി ഇരുന്ന്, എന്നിട്ട് അവിടേക്ക് തള്ളവരൽ, വലതുകാലിന്റെ തള്ളവരൽ ചേർത്ത് അമർത്തി വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ യാ അല്ലാഹ് തആല തങ്ങളകത്തേക്ക് വരീൻ. 2 പേർക്ക് കഷ്ടിച്ച് അതിനുള്ളിൽ നിൽക്കാം. ഒരാൾക്ക് ഒന്ന് നീണ്ടു നിവർന്ന് വൃത്തിക്ക് കടക്കാൻ പറ്റൂല. അത്ര പ്രയാസകരമാകുന്ന ആ ഗുഹയ്ക്കുള്ളിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തലവെച്ച് പ്രവാചകർ അല്പനേരം വിശ്രമിച്ചു. വലിയ മലയല്ലേ, ആ മലയുടെ മുകളിൽ കയറുമ്പോഴുണ്ടാകുന്ന ക്ഷീണം എത്രയാണ്. രാത്രി ഉറങ്ങിയിട്ടില്ല, രാത്രി തുടങ്ങിയിട്ടുള്ള പ്രയാണമാണ്. ഒന്നാലോചിച്ച് നോക്ക് നിങ്ങൾ, ആ രംഗം ഒന്ന് ചിന്തിച്ചു നോക്ക്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ മടിയിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു. മാഷാ അല്ലാഹ്, എത്ര വലിയ നേട്ടമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അല്പനേരം കഴിഞ്ഞു, എന്റെ കാലിരിക്കുന്ന ഭാഗത്ത് എന്തോ ഒരു അനക്കം കാണുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്തോ ഒരു സർപ്പമാണ്, പാമ്പാണ്, ഇഴജന്തുക്കളാണെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞു. അത് പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിശ്രമമാണ്. ഞാൻ തള്ളവരൽ വീണ്ടും അമർത്തി വെച്ചു. അല്ലാഹുവിന്റെ റസൂൽ ഗാഢനിദ്രയിലാണ്. അല്പനേരം കഴിഞ്ഞപ്പോൾ എന്നെ കാലിലേക്ക് കൊത്താൻ തുടങ്ങി. വല്ലാത്ത വേദനയാണ്. പാമ്പാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. കാരണം വിഷം എനിക്ക് കയറിയിട്ടുണ്ട്, എന്റെ കാലിലേക്ക് കയറിയിട്ടുണ്ട്. എന്റെ തള്ളവരൽ നീല നിറത്തിലേക്ക് മാറിയിട്ടുണ്ട്. വിഷം എനിക്ക് ഏറ്റിട്ടുണ്ട്. വല്ലാതെ പ്രയാസപ്പെടാൻ തുടങ്ങി. ഞാൻ കാല് ഒന്നുകൂടി തള്ളവരൽ വീണ്ടും അമർത്തി വെച്ചു. കാരണം അല്ലാഹുവിന്റെ റസൂൽ ഉറങ്ങുകയാണ്. സ്വപ്ന പ്രവാചകൻ നല്ല റാഹത്തായിട്ട് ഉറക്കിൽ കഴിയുന്നു. എന്റെ നബി തങ്ങളെ ഉണർത്തൽ എനിക്ക് പ്രയാസമാണ്. നബി തങ്ങളോടുള്ള ഇഷ്കിനാൽ ബഹുമാനപ്പെട്ടതാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലതുകാലിന്റെ തള്ളവരൽ വീണ്ടും അതാ ഗുഹയ്ക്കുള്ളിലേക്ക് അമർത്തി വെക്കുകയാണ്. സർപ്പം വന്നുകൊണ്ട് വീണ്ടും കൊത്തുകയാണ്. വേദന കൊണ്ട് പുളഞ്ഞതായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൺതടങ്ങൾ കണ്ണീരാൽ നനഞ്ഞു. അത് താടിരോമങ്ങൾ നനച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കവിൾത്തടത്തിലേക്ക് ഒരെത്തി വീണതേയുള്ളൂ. നബി തങ്ങൾ ചാടി എഴുന്നേറ്റിട്ട് ചോദിക്കുകയാണ്, മാലക്കയാ അബൂബക്കർ, അബൂബക്കറെ എന്താണ് നിനക്ക് സംഭവിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബഹുമാനപ്പെട്ടതാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലുദിഗ്തു യാ റസൂലല്ലാഹ്, എന്റെ കാലിൽ പാമ്പ് കടിച്ചിട്ടുണ്ട് റസൂലേ, വിഷമേറ്റിട്ടുണ്ട് ഹബീബേ, ഹബീബേ. പഠിച്ചു വെക്കണേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാ സീത മനുഷ്യരാണെന്ന് പറയുന്നവർ
ഇന്നും സമൂഹത്തിലില്ലേ, സമുദായത്തിലില്ലേ? അള്ളാന്റെ റസൂല് ആ കാര്യം ഇങ്ങോട്ടെടുക്കാൻ പറയുകയാണ്. തന്റെ ഉമനീര് ശറഫാക്കപ്പെട്ട ഉമനീര് തന്റെ മുസബ്ബിഹാ വിരൽ കൊണ്ട് തോണ്ടിയെടുത്ത് ആ കാലിന്റെ ഭാഗത്തേക്ക്, വിഷം പുരണ്ട ഭാഗത്തേക്ക് തേച്ചു കൊടുക്കുന്നു. ഹബീബ് മുഹമ്മദ് മുസ്തഫ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നൊടിയടയിൽ സെക്കൻഡുകൾക്കുള്ളിൽ എന്റെ വേദന മാറി മറന്നു. ആ വേദന പരിപൂർണമായി പോയി, വിഷം പരിപൂർണമായി ഒഴിവാക്കപ്പെട്ടു പോയി. എന്റെ കാലിന്റെ വേദന ഇല്ലാതായി, റാഹത്തായി, എനിക്ക് സന്തോഷകരമായി എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്വഹാബത്തിനറിയാം ഇതൊരു സാധാ സീത മനുഷ്യനല്ല. അതാ നേരം പുലർന്നു, ശത്രുക്കൾ അതാ കടന്നു വരുന്നുണ്ട്, നേരം പുലരാൻ അടുത്തിരിക്കുന്നുണ്ട്. അള്ളാന്റെ റസൂല് പോയിട്ടുള്ളതാകുന്ന വഴികൾ തേടിക്കൊണ്ട് ശത്രുക്കൾ 4 ഭാഗം മുഴുവനും ഓടുകയാണ്. റസൂലുള്ളാഹി അന്വേഷിച്ചുകൊണ്ട് ഈ ഗുഹയുടെ മുകളിൽ വരെ കയറി. സമുദ്രനിരപ്പിൽ നിന്ന് 700 മീറ്ററോളം ഉയർച്ചയുള്ളതാകുന്ന ഹാറുസൂറിന്റെ മുകളിലേക്ക് അനുയായികളാകുന്ന പ്രവാചകരെ അന്വേഷിച്ചുകൊണ്ട് കടന്നു വരുന്നു. നബിതങ്ങളെ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ അന്വേഷിച്ച് കടന്നു വരുകയാണ്. മലയുടെ മുകളിൽ ശത്രുക്കളുടെ കാൽപെരുമാറ്റം ബഹുമാനപ്പെട്ടതാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേർക്ക് നേരെ കാണുകയാണ്. ഈ സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പകച്ചു പോയത്. അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു പോയി, നബിയേ, നമ്മൾ രണ്ടുപേരെയും അവർ കാണില്ലയോ റസൂലേ? ഒരൽപ്പമൊന്ന് തലയൊന്ന് താഴ്ത്തിയാൽ കൃത്യമായി ഗുഹയ്ക്കുള്ളിൽ നമ്മൾ ഇരിക്കുന്നത്, എന്റെ മടിയിൽ തങ്ങളെ തലവെച്ച് കിടക്കുന്നത് നേർക്ക് നേരെ കാണാമല്ലോ റസൂലേ. അള്ളാന്റെ റസൂല് പറയുകയാണ്, ലാ തഹ്സൻ അബൂബക്കറേ, വ്യസനിക്കണ്ട അബൂബക്കറേ, ഇന്നല്ലാഹ മഅനാ. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ പടച്ചറബ് നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മളോടൊപ്പം അല്ലാഹു ഉണ്ട്. എതിർഭാഗത്ത് എത്ര ശത്രുക്കൾ വന്നാലും, അവരെത്രത്തോളം ആയുധധാരികളായിരുന്നാലും, എത്രത്തോളം സായുധരായിരുന്നാലും അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ട്. അത് നിലനിർത്തി പോന്നാൽ ഒരു നിലയ്ക്കുമുള്ള അപകടമുണ്ടാവില്ല അബൂബക്കറേ. പറഞ്ഞു തീരേണ്ട താമസം നോക്കുമ്പോൾ ഒരു മാടപ്രാവ് വന്നുകൊണ്ട് ആ ഗുഹയ്ക്ക് മുന്നിൽ വന്നുകൊണ്ട് മുട്ടയിടുകയാണ്. അത് വന്നുകൊണ്ട് ആ മുട്ടയ്ക്ക് അടയിരിക്കുകയാണ്. ചിലന്തി വന്നുകൊണ്ട് വലിയതാകുന്ന വല നെയ്ത് ആ ഗുഹയുടെ മുഖത്ത് വലിയ കാവലേർപ്പെടുത്തുകയാണ്. ശത്രുക്കളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ആ ഗുഹയ്ക്കുള്ളിലൊന്ന് കയറി നോക്കിക്കൂടെ? അപ്പോഴാണ് മറ്റവൻ പറഞ്ഞത്, എന്തിനാണ് അവിടേക്ക് തിരിയുന്നത്? നോക്കുന്നില്ലേ, അതിന്റെ മുകൾ ഭാഗത്ത് ഫ്രണ്ടിൽ തന്നെ ഒരു മാടപ്രാവ് മുട്ടയിട്ട് അടയിരിക്കുന്നത് കണ്ടിട്ടില്ലേ? മാടപ്രാവ് വന്നുകൊണ്ട് മുട്ടയിട്ട് അടയിരിക്കണമെങ്കിൽ മനുഷ്യവാസമില്ലാത്ത, മനുഷ്യൻ ഇന്നലകൾ അതിലൂടെ സഞ്ചാരം നടത്തിയിട്ടില്ലാത്ത ഒരു സ്ഥലത്തെ അത് വന്നുകൊണ്ട് ആ രീതിയിൽ ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും തന്നെ അവിടെ മുഹമ്മദോ അനുയായിയോ പ്രവേശിച്ചിട്ടില്ല. അങ്ങോട്ട് നോക്കേണ്ടതില്ല. കണ്ടില്ലേ, ഒരു ചിലന്തി വന്നുകൊണ്ട് വലിയ വലയിട്ടിരിക്കുന്നത്? ആ ചിലന്തി വല പൊട്ടിക്കാതെ എങ്ങനെയാണ് മുഹമ്മദിന് അതിനുള്ളിലേക്ക് കടക്കാൻ പറ്റുക? അതുകൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞിട്ട് വെറുതെ സമയം കളയണ്ട എന്ന് ശത്രുക്കൾ പറഞ്ഞ് പിന്തിരിഞ്ഞു പോവുകയാണ്. തൊട്ടു മുന്നിൽ ശത്രുക്കളുടെ കാൽപെരുമാറ്റം, കാലുകൾ നേർക്ക് നേരെ കണ്ടു, അവരുടെ കാലിന്റെ പെരുമാറ്റം കണ്ടു. അവർ പിടിക്കുമെന്ന് കരുതിയ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് തെറ്റി. റസൂലുള്ള പറയുകയാണ്, പേടിക്കണ്ട അബൂബക്കരെ, പേടിക്കണ്ട, നമ്മോടൊപ്പമുള്ളത് അല്ലാഹുവാണ്, അല്ലാഹുവാണ്. കടുവാപ്പള്ളിയുടെ പരിസരത്ത് വന്ന് ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, പ്രവാചകരുടെ 1501ാമത്തെ ജന്മദിനം വിപുലമായി ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസിനികളെ, നമുക്ക് ശത്രുക്കളുണ്ടാകും, അത് അയൽവാസികളിലുണ്ടാകും, നാട്ടുകാരിലുണ്ടാകും, കൂട്ടുകാരിലുണ്ടാകും, രക്തബന്ധുക്കളിലുണ്ടാകും, സമൂഹത്തിലുണ്ടാകും, സമുദായത്തിൽ തന്നെ ശത്രുക്കളുണ്ടാകും, ഇതര സമുദായത്തിലുണ്ടാകും. ഏത് ശത്രു കടന്നു വന്നാലും നിനക്ക് ദീനുണ്ടോ? നീ അള്ളാഹുവിനെ പേടിച്ചാണോ ജീവിക്കുന്നത്? നീ 5 വഖ്ത് നമസ്കാരം നിലനിർത്തുന്നവനാണോ? നീ നോമ്പുകൾ നോറ്റുവീടുന്നവനാണോ? നീ സക്കാത്ത് കൊടുത്തു വീടുന്നവനാണോ? നീ പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നവനാണോ? നീ നിരാലംബർക്ക് അവലംബമാകുന്നവനാണോ? നീ നിരാശരർക്ക് ആശ്രയത്വം കൊടുക്കുന്നവനാണോ? നീ സാലിഹീങ്ങൾ ചേർന്ന് നിൽക്കുന്നവനാണോ? നീ യതീമീങ്ങളെ തലയിൽ തലോടുന്നവനാണോ? നീ പാവപ്പെട്ട മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവനാണോ? നീ മുതിർന്നവരെ ബഹുമാനിക്കുന്നവനാണോ? നീ കുട്ടികളെ ആദരിക്കുകയും അവരോട് കരുണ വെച്ചുകൊണ്ട് പുലർത്തുകയും ചെയ്യുന്നവനാണോ? നീ ദീനിന്റെ ശിആറുകളെ പരിപൂർണമായി ബഹുമാനിക്കുന്നവനാണോ?
ബഹുമാനിച്ച് ആദരിച്ച് നിലകൊള്ളുന്നവനാണോ? നീ മാതാപിതാക്കളെ നോക്കുന്നവനാണോ? നീ കുടുംബജീവിതം മനോഹരമായി നയിക്കുന്നവനാണോ? നീ ദീനനുസരിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് തഖ്വ വെച്ചുകൊണ്ട് മാന്യമായ ജീവിതം നയിക്കുന്നവനാണോ? വല്ലാഹി സുമ്മ വല്ലാഹി നിന്നെ ഒരാളും തൊടൂല എന്നറിയണേ മോനെ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പാഠം അതാണ്. ഹിജറ നൽകുന്ന ഒന്നാമത്തെ സന്ദേശം അതാണ്. ലോകത്തെ ഏത് ശത്രു നിന്റെ മുന്നിൽ വന്നാലും, എത്ര അധികാരികൾ വന്നാലും, ഏതെല്ലാം നിലക്കുള്ള ആയുധധാരികൾ നിന്റെ മുന്നിൽ വന്നാലും, നിനക്ക് പടച്ച റബ്ബുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ടോ? ഉറച്ച വിശ്വാസമുണ്ടോ? ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം നീ നയിക്കുന്നുണ്ടോ? നിനക്ക് കാവലാണ്, കാവലാണ്. ഇമാം മുഹമ്മദ് ബിൻ ബുസീരി റഹിമഹുല്ലാഹ് ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് അവിടുത്തെ ബുർദയിലൂടെ ലോകരെ പഠിപ്പിക്കുകയാണ്. ലന്നുൽ ഹമാമ വലന്നുൽ അൻകബൂത അലാ ഖൈറിൽ ബരിയത്തിലും തൻസുജ് വലം തഹുമീ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന പുണ്യപ്രവാചകർക്ക് അല്ലാഹു ശത്രുക്കളിൽ നിന്ന് കാവൽ നൽകിയത് ഒന്ന് മനസ്സിലാക്കണേ. കൈകൊണ്ടൊന്ന് തട്ടിയാൽ ഇല്ലാതാവുന്നതായ ചിലന്തിയുടെ വല കൊണ്ടാണ് അല്ലാഹു സംരക്ഷണം നൽകിയത്. മനുഷ്യൻ നിസാരമായി കാണുന്ന ഈ സദസ്സിലിരിക്കുന്ന ഒരു ചെറിയ കുട്ടിക്ക് പോലും ആ കുട്ടി ഒന്ന് നടന്നു പോയാൽ, ആ കുട്ടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂത്രമൊഴിച്ചാൽ, ആ കുട്ടി ഒന്ന് കൈകൊണ്ടൊന്ന് മാടി വിളിച്ചാൽ ഇല്ലാതാകുന്നതായ ചിലന്തി വല, ആ ചിലന്തി വല കൊണ്ടാണ് അല്ലാഹു റസൂലുള്ളാഹിക്ക് കാവൽ കൊടുത്തിട്ടുള്ളത്. അല്ലാതെ വലിയ കോട്ടകൊത്തങ്ങളിൽ റസൂലുള്ളാഹി വസിപ്പിച്ചിട്ടില്ല. ഒരു മാടപ്രാവ് മുട്ടയിട്ട് അടയിരുന്നതിന്റെ പേരിൽ കാവൽ അല്ലാഹു കൊടുത്തു. കേവലം 2 വസ്തുക്കൾ കൊണ്ടാണ് അല്ലാഹു കാവൽ കൊടുത്തത്. ഈ 2 വസ്തുക്കളോ ഏറ്റവും നിസ്സാരമായ സംഗതികളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ കാവൽ കൊടുത്താൻ വിചാരിച്ചാൽ ഏറ്റവും നിസ്സാരമായി മനുഷ്യൻ കാണുന്നതായ ചിലന്തി വല കൊണ്ടുപോലും കാവൽ നൽകുന്നവനാണ് അല്ലാഹു എന്നറിയണേ, അറിയണേ. ചിലന്തി വല കൊണ്ട് കാവലിട്ടു സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. നമുക്ക് ആ ചിലന്തി വല നിസ്സാരല്ലേ, ഒരു വിരല് മതി ഇങ്ങനെ ജസ്റ്റ് അതിനെ തള്ളിക്കളയാൻ. പക്ഷെ അവിടേക്ക് തിരിഞ്ഞു നോക്കിച്ചിട്ടില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. ആലോചിച്ച് നോക്കണം, കൊല്ലാൻ വേണ്ടി ഓർഡർ ഇട്ടു, കൊല്ലുന്നവന് 100 ഒട്ടകമിനാം. ആളുകൾ ഇങ്ങനെ പരക്കം പായാണ്, രാവും പകലും ഓടാൻ. അവസാനം ഈ മലയുടെ മുകളിൽ എത്തിപ്പെട്ടു. പരസ്പരം അവർ സംസാരിക്കുന്നത് കേൾക്കുന്നു. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി കേൾക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ഇതിനുള്ളിലുണ്ടെങ്കിലോ നോക്കട്ടെ. എന്തിനാണ് അങ്ങോട്ട് നോക്കുന്നത്? കണ്ടില്ല, അവിടെ ഒരു മാടപ്രാവ് മുട്ടയിട്ട് അവധിക്കിരിക്കുന്നത്. എന്തിനാണ് അങ്ങോട്ട് നോക്കുന്നത്? വലിയൊരു ചിലന്തി വല നിറച്ച് ഇത്രയും വലിയൊരു വലയ്ക്കിടയിൽ കൂടെ അവർ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ വല പൊട്ടിപ്പോയിട്ടുണ്ടാവും. അങ്ങോട്ടൊന്നുമില്ല, വെറുതെ സമയം കളയാതെ വാ നമുക്ക് അപ്പുറത്തെ സൈഡ് പോയി നോക്കാം. അവർ ആ മലയുടെ മുകളിൽ ഇറക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല തകർന്നിരിക്കുകയാണ് ഗുഹയ്ക്കുള്ളിൽ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ പറഞ്ഞു, ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. അല്ലാഹുവിന്റെ മഅയ്യത്ത് കിട്ടിയാൽ രക്ഷപ്പെട്ടു. അല്ലാഹുവിന്റെ മഅയ്യത്ത് കിട്ടുന്നത് ആർക്കാ? ഇന്നല്ലാഹ മഅല്ലദീന തഖൂ വല്ലദീന ഹും മുഹ്സിനൂൻ. അല്ലാഹുവിൽ തഖ്വ ചെയ്ത് ജീവിക്കുന്നതായ ഏത് മുസ്ലിമുണ്ടോ, മുഅ്മിനത്തുണ്ടോ, പടച്ച റബ്ബ് അവരോടൊപ്പമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. കള്ള് കുടിക്കാതെ, വ്യഭിചരിക്കാതെ, സിനിമ കാണാതെ, സീരിയൽ ദർശിക്കാതെ, ബ്ലൂ ഫിലിമിന്റെ ലോകത്തേക്ക് കണ്ണുകൊണ്ടുപോകാതെ, രാത്രിയിൽ അന്യരാകുന്ന കാമുകനുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്താതെ, പടച്ച റബ്ബിലേക്ക് കണ്ണുകളെ, കാതുകളെ, ശരീരത്തിന്റെ അവയവങ്ങളെ പരിപൂർണമായി തിരിച്ചുകൊണ്ട് ജീവിക്കുന്നതായ ഏതൊരു മുഅ്മിനുണ്ടോ, മുഅ്മിനത്തുണ്ടോ, അവരോടൊപ്പം അല്ലാഹുവിന്റെ സഹായമുണ്ടാകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. തഖ്വ വെക്കുന്നവരോടൊപ്പം ആയിരിക്കും അല്ലാഹു ഉണ്ടാവുക. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ.